നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ടാക്ടിക്സിലേക്ക് സ്വാഗതം. ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഇന്നിങ്സുകൾക്കൊടുവിൽ സഞ്ജു സാംസൺ ഇന്ത്യയെ വിജയത്തിലെത്തിച്ചിരിക്കുകയാണ്. ഇന്ത്യയെ സെമിയിലേക്ക് മുന്നേറിയിരിക്കുകയാണ്. നമുക്കൊപ്പം ആദിൽ പാലോട്, ഒപ്പം തന്നെ ഫൈസൽ ഹംസ. അതിലൊരു വാർ സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വാർ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഈഡൻ ഗാർഡൻസിൽ സഞ്ജു സാംസൺ മറ്റൊരു യുദ്ധം നയിച്ചു വെസ്റ്റ് ഇൻഡീസിനെതിരെ. എങ്ങനെയുണ്ടായിരുന്നു ഒരു പെർഫോമൻസ്? എനിക്ക് ലോകത്തൊരു സംഘർഷം നടക്കുകയാണ്. ശരിക്കും മലയാളികളുടെ ഉള്ളിലായിരുന്നു വലിയ സംഘർഷം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ കളിയെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാത്ത ആളുകൾ പോലും സഞ്ജു ഇത് രക്ഷപ്പെടുമോ കാരണം ഒരു അവസരം, ഒരു പക്ഷേ ഇനിയുള്ള സെമിയിലും ഒക്കെ ഒരു നന്നായൊരു പെർഫോമൻസ് ഇല്ലെങ്കിൽ ഒരുപക്ഷെ കരിയർ അവസാനിക്കാം എന്നൊരു ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ എന്തുകൊണ്ടാണ് സഞ്ജു വരുന്നത്, എന്തിനാണ് സഞ്ജു വരുന്നത്, ചിലപ്പോൾ അഭിഷേകിന് പനി പിടിച്ചാൽ വരാം എന്നൊക്കെ പറഞ്ഞിരുന്ന സമയത്ത് ലെഫ്റ്റ് ഹാൻഡ് കുറേ ബാറ്റ്സ്മാരുള്ളതുകൊണ്ട് ഒരു റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാനെ ഇടാൻ വേണ്ടി മാത്രമാണ് കൊണ്ടുവന്നത്. ശരിയാണല്ലോ. പക്ഷെ അപ്പോൾ ഈ വിധം കളിക്കുന്നു, എന്തെങ്കിലും രക്ഷപ്പെടണേ എന്ന രൂപത്തിലുള്ള പ്രാർത്ഥനയായിരുന്നു ആളുകളുടെ മനസ്സിൽ. സംഘർഷമായിരുന്നു. ആ സംഘർഷം ഒരു പരിധിവരെ അവസാനിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് സഞ്ജുവിൻ്റെ ദിവസമായിരുന്നു. സഞ്ജു 50 പന്തിൽ 97 റൺസ് എടുത്തു എന്നുള്ളത് മാത്രമല്ല, സെഞ്ചുറി നഷ്ടപ്പെട്ടതിൽ നമുക്ക് എല്ലാവർക്കും നിരാശയുണ്ട്, പോട്ടെ. പക്ഷേ 2 ക്യാച്ച് എടുത്തു. സഞ്ജു ശരിക്കും ഇന്ന് സഞ്ജുവിൻ്റെ ദിവസമായിരുന്നു എന്ന് കളി കണ്ട ആരും പറയും. സച്ചിനാവട്ടെ, ഇപ്പോൾ മുഖ്യമന്ത്രി അഭിനന്ദിച്ചു, മമ്മൂട്ടി അഭിനന്ദിച്ചു, എല്ലാ ക്രിക്കറ്റ് താരങ്ങളും സഞ്ജുവിനെ അഭിനന്ദിക്കുന്നത് സഞ്ജുവിൻ്റെ സൺഡേ ആണ്. അതാണിപ്പോൾ സാംസൺ സൺഡേ എന്നുള്ളതാണ്. പ്രായത്തിലുള്ള റെക്കോർഡുകൾ പൊട്ടിച്ചു. റെക്കോർഡുകൾ പറയുകയാണെങ്കിൽ 3-4 റെക്കോർഡുകൾ. ഏറ്റവും പ്രധാനം വിരാട് കോഹ്ലി. നമ്മൾ ജയേഷ് പറഞ്ഞതുപോലെ, നമ്മൾ ലൈവിലൊക്കെ ആവർത്തിച്ച് പറയുന്നത് പോലെ, ഒരു T20യിൽ പിന്തുടർന്ന് ജയിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഇന്ത്യൻ താരത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്കോർ കോഹ്ലിയുടെ പക്കലായിരുന്നു. 82 പാകിസ്ഥാൻ. അത് സഞ്ജു സാംസന്റെ പേരിലേക്ക് എത്തി എന്നുള്ളതാണ്. ഇത് 3 കോഹ്ലിയുടെ, അതിന്റെ തൊട്ട് താഴെ. അപ്പൊ അതിന്റെ റേഞ്ച് എന്താ? അതെ, 78 റൺസ് നോട്ടൗട്ട് പാകിസ്ഥാനെതിരെ 2012, 82 നോട്ടൗട്ട് പാകിസ്ഥാനെതിരെ 2022, 82 നോട്ടൗട്ട് ഓസ്ട്രേലിയക്കെതിരെ 2016. അതായത് അത്രയും കോഹ്ലിയുടെയൊക്കെ ഒരു റേഞ്ച് മനസ്സിലാവുമല്ലോ. അവിടെയാണ് സഞ്ജുവിൻ്റെ ഒരു ഇന്നത്തെ പെർഫോമൻസ് നമ്മൾ വിലയിരുത്തേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ചേസിംഗ് കിങ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇപ്പോൾ പതിവില്ലാത്ത സഞ്ജുവിൻ്റെ സെലിബ്രേഷനുകൾ. സെഞ്ചുറി നേടിയ കൂടിൽ പോയാൽ കൈകൊണ്ട് മസിൽ പിടിക്കുന്ന ഒരു ആക്ഷൻ കാണിക്കും. ഇന്ന് പക്ഷേ സഞ്ജു ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്ന കുറേ മൊമെൻറ്റുകൾ. അദ്ദേഹം ദൈവത്തിന് വലിയ രീതിയിൽ നന്ദി പറയുന്നു. ഈ ഒരു മൊമെൻറ്റ്, അതായത് പ്രസൻറ്റേഷൻ സെറിമണിയിൽ സഞ്ജു പറയുന്നത് ലോകം മൊത്തം എൻ്റെ കൂടെ ഉണ്ടെന്ന് തോന്നിപ്പോകുന്നു. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് ഒരുപാട് നാളായിട്ട് ഞാൻ കാത്തിരുന്നത്. ഈ ഒരു മൊമെൻറ്റ് അത്രയും പ്രിയപ്പെട്ടതാണെന്നുള്ള രീതിയിൽ ഭയങ്കര രീതിയിൽ പക്ഷേ വളരെ കൂളാണ്, കാമാണ്. പക്ഷേ സഞ്ജു ഭയങ്കര വൈകാരികമാകുന്നുണ്ടായിരുന്നു എന്ന്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ, മത്സരത്തിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ സെലിബ്രേഷൻ ആണെങ്കിലും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചതാണെങ്കിലും എല്ലാം അത് ആ തരത്തിൽ ഭയങ്കര വൈകാരികമായിരുന്നു. പക്ഷേ പ്രകടനത്തിൽ അവസാന 2 പന്തുകൾ തന്നെ, ഷെഫേർഡിനെ നേരിട്ട് ആ 2 പന്തുകൾ തന്നെ എത്രത്തോളം കാമാണ്, എത്രത്തോളം കൺസിസ്റ്റൻ്റ് ആണ് അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സാന്നിധ്യം ആ 2 പന്തിൽ തന്നെ ഉണ്ട്. ഏറ്റവും നിർണായകമായ മത്സരം ജയിക്കാൻ പോവുകയാണ് അദ്ദേഹം. ഏറ്റവും നിർണായകമായ ഒരു ഐക്കണായി മാറുകയാണ്. സഞ്ജു തന്നെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ കാത്തിരുന്ന നിമിഷമായിരുന്നു, സ്വപ്നം കണ്ട നിമിഷം. അതാണ് സഞ്ജു ഉപയോഗിക്കുന്നത്. ഡ്രീംസ് കംസ് ട്രൂ എന്നുള്ളതാണ്. അതായത് എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വപ്നം കണ്ട ഒരു മത്സരം ജയിപ്പിക്കുന്നതിൽ, ഒരു നിർണായകമായ മത്സരം ജയിപ്പിക്കുന്നതിൽ അതേതാണോ സ്വപ്നം കണ്ടത്, ആ മത്സരമാണ് വന്നത് എന്നുള്ളതാണ് സഞ്ജു പറയുന്നത്. അതിനെ സാധൂകരിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സെലിബ്രേഷൻ എന്നുള്ളതാണ്. ജയേഷ് സൂചിപ്പിച്ചതുപോലെ ഇത്രയും വൈകാരികമായ ഒരു സെലിബ്രേഷൻ സഞ്ജുവിൽ നിന്ന് നമ്മൾ കണ്ടിട്ട്. ജയേഷ് കുറേ കാലമായി സഞ്ജുവിനെ കാണും, നമ്മളും കാണുന്നു. ജയേഷ് സൗഹൃദമുണ്ട് സഞ്ജുവായിട്ട്. ശരിക്കും ഇന്ന് സഞ്ജു കളി കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുക, മുട്ടുകുത്തി ഇരുന്നിട്ട് കുരിശു വരച്ചിട്ട് ദൈവത്തോട് ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, കൈ കൂപ്പുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതുപോലൊരു സെലിബ്രേഷൻ മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല. കാരണം ഇത് വ്യക്തിപരമായിട്ട് എനിക്ക് വലിയ സന്തോഷമുള്ള മൊമെൻ്റാണ്. കാരണം സഞ്ജുവിൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ മാച്ച് 2015 സഞ്ജു പോകുമ്പോൾ മാച്ച് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പോയിരുന്നു. സഞ്ജു എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, ചേട്ടാ ഇങ്ങനെ ഫസ്റ്റ് മാച്ചിന് പോകാമെന്ന് പറഞ്ഞു. പുലർച്ചയ്ക്കായിരുന്നു സഞ്ജു തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഹരാരയിലേക്ക് പോകുന്നത്. ചേട്ടാന്നാണ് വിളിക്കുന്നത് ജയേഷിന്. സഞ്ജു ചേട്ടാന്നായിരിക്കും. സഞ്ജു എല്ലാവരെയും ചേട്ടാന്ന് വിളിക്കുള്ളൂ. അപ്പൊ ചെന്നപ്പോ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ സഞ്ജുവിന്റെ അഭിമുഖം എടുത്ത് സഞ്ജു വലിയ പ്രതീക്ഷയോടെ പോകുന്നൊക്കെ പറഞ്ഞു.
2015 മുതൽ ഇപ്പോൾ 2026 വരെ 11 വർഷത്തിൻ്റെ ഇടയിൽ 66 മത്സരം മാത്രമേ സഞ്ജു കളിച്ചിട്ടുള്ളൂ. 11 വർഷത്തിൽ 66 ലോക ക്രിക്കറ്റിൽ തന്നെ ഇത്രയും വർഷത്തെ ഒരു പതിറ്റാണ്ട് കാലയളവിൽ ഇത്ര കുറവ് മത്സരം കളിച്ച വേറെ പ്ലെയർ ഉണ്ടാവില്ല ലോക ക്രിക്കറ്റിൽ തന്നെ. ഏറ്റവും സീനിയർ അതായത് ആ സീനിയർ താരമാണ് ജയേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വെള്ള കൊണ്ടുവരുന്ന ഒരു ബോയ് ആയിട്ട് മാറും, വാട്ടർ ബോയ് ആയിട്ട് മാറുന്നു എന്നുള്ളത് അത് അതിനു പോലും അദ്ദേഹത്തിന്റെ മനസ്സിനെ സജ്ജമാക്കി എന്നുള്ളത്. വെള്ളം സിനിമയ്ക്കകത്ത് പ്രശസ്തമായ ഒരു ഡയലോഗ് ഉണ്ട്, ഇൻസൾട്ടാണ് മുരളി ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത്. സഞ്ജു സാംസൺ ഇപ്പോൾ ഈ ലോകകപ്പ്, അതായത് ഒരുപാട് നാൾ 10-11 വർഷമായിട്ട് സഞ്ജുവിൻ്റെ കരിയറിൽ ഏറ്റവും വലിയ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. അപ്പോൾ സഞ്ജു ഇനി ഒരു സ്ഥിരമായിട്ട് ഇനി ടീമിൽ ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ വലിയ ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്താണ് ഗില്ലിനെ വെട്ടി ശുഭ്മാൻ ഗിൽ, അതായത് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരു പ്രിൻസ് എന്നറിയപ്പെടുന്ന ശുഭ്മാൻ ഗില്ലിനെ വെട്ടാൻ BCCI ധൈര്യം കാണിച്ച് സഞ്ജുവിനെ ഫസ്റ്റ് വിക്കറ്റ് കീപ്പറായി ലോകകപ്പ് സ്ക്വാഡിലെടുക്കുമ്പോൾ നമ്മളെല്ലാം വലിയ പ്രതീക്ഷയില്ല. ഇനി സഞ്ജുവിൻ്റെ കാലമാണെന്നുള്ളത് നമ്മൾ വലിയ രീതിയിൽ പ്രതീക്ഷിക്കുന്നു. പിന്നീട് വരാൻ പോകുന്നത് ന്യൂസിലൻഡിനെതിരായ 5 T20 മത്സരങ്ങൾ. അതിൽ അവസാന മത്സരം ലോകകപ്പിന് തൊട്ടു മുമ്പുള്ള മത്സരം നടക്കുന്നത് സഞ്ജുവിൻ്റെ തിരുവനന്തപുരത്ത്. കൈൻഡ് ഓഫ് ഒരു കാവ്യനീതി എന്നൊക്കെ പറയുന്ന രീതിയിൽ സഞ്ജുവിന് വേണ്ടി ഒരു സ്റ്റേജ് പ്രകൃതി സെറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമ്മളെല്ലാം വലിയ രീതിയിൽ പ്രതീക്ഷിച്ച് നിൽക്കുന്നു. പക്ഷേ ആ ന്യൂസിലൻഡ് ഒരു 5 മത്സരം കൊണ്ട് ലോകം മൊത്തം കീഴ്മേൽ മറിയാം സഞ്ജുവിൻ്റെ കാര്യത്തിൽ. ഈ സമയങ്ങളിൽ സഞ്ജു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നൊരു മാനസിക സംഘർഷം ഏതൊക്കെ ആയിരിക്കും എന്നുള്ള ഞാൻ ചെയ്യുന്നത്. ഈ ഒരു 5 മത്സരത്തിൽ സഞ്ജു നേടുന്നത് വെറും 46 റൺസാണ്. സ്വന്തം ഗ്രൗണ്ടിൽ സ്വന്തം കാണികൾക്ക് മുന്നിൽ. എനിക്ക് തോന്നുന്നു ആ തിരുവനന്തപുരത്ത് അന്ന് മാച്ച് റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ 2 കട്ടൗട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് സഞ്ജുവിൻ്റെയും ഒന്ന് ധോണിയുടെയും. നിലവിൽ ഇന്ത്യൻ ടീം കളിക്കുന്ന വേറെ ആരുടെയും മുൻ ഇതിഹാസങ്ങൾ ഉൾപ്പെടെ വേറെ ആരുമില്ല, സഞ്ജുവിൻ്റെയും ധോണിയുടെയും. ഇപ്പോൾ സഞ്ജു സ്വന്തം കാണികൾക്കും വലിയ ആവേശത്തോടെ നിൽക്കുന്നു. പക്ഷേ ആ മത്സരത്തിൽ സഞ്ജു നിരാശപ്പെടുത്തിയെന്ന് മാത്രമല്ല, കഴിഞ്ഞ 4 മത്സരത്തിലും സഞ്ജു ആയിരുന്നു വിക്കറ്റ് കീപ്പ് ചെയ്തത്. ന്യൂസിലൻഡിനെതിരായ കാര്യവട്ടത്തെ മത്സരത്തിൽ ഇഷാൻ കിഷനെ വിക്കറ്റ് കീപ്പ് ചെയ്തു. അതൊരു സൂചനയാണ്. ലോകകപ്പിൽ സഞ്ജു നിങ്ങൾ ഇല്ല എന്ന് പറയുന്ന ഒരു മൊമെന്റിലാണ് അത് അവസാനിപ്പിക്കുന്നത്. ലോകകപ്പിലേക്ക് വരുന്നു. ഇന്ത്യ ആദ്യ മത്സരത്തിൽ മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ USA-ക്കെതിരെ കളിക്കുന്നു. സഞ്ജു ഇല്ല, സഞ്ജു വാട്ടർ ബോയ് ആണ്. പിന്നീട് അഭിഷേക് ശർമ്മയ്ക്ക് പരിക്ക് പറ്റുമ്പോൾ മാത്രം സഞ്ജു നമീബിയക്കെതിരെ വരുന്നു. അതിൽ 8 പന്തിൽ 22 റൺസ് എടുക്കുന്നു. പിന്നീട് 2 മത്സരത്തിൽ സഞ്ജുവിനെ കളിപ്പിക്കുന്നില്ല. അത് ബാക്കി എല്ലാ ടീമുകളും, നമീബിയ ഉൾപ്പെടെ USA ഉൾപ്പെടെ പാകിസ്ഥാൻ ഉൾപ്പെടെ എല്ലാ ടീമുകളും വലിയ രീതിയിൽ ഇന്ത്യയുടെ ഒരു ദൗർബല്യം മനസ്സിലാക്കി ഓഫ് സ്പിന്നർമാരെ കൊണ്ടുവരുന്നു. ഇന്ത്യയുടെ ഇടംകൈ ബാറ്റർമാർ ആദ്യ ഓവറുകളിൽ തന്നെ മടങ്ങുന്നു. അത്തരത്തിൽ എല്ലാവരും എക്സ്പോസ് ചെയ്തിട്ട് പോലും ഇന്ത്യൻ ടീം ഒരു ചേഞ്ചസിന് തയ്യാറായിരുന്നില്ല. ഒടുക്കം സൂര്യകുമാർ യാദവ്, ഇന്ത്യൻ ക്യാപ്റ്റൻ, ഒരു തരത്തിൽ സഞ്ജുവിനെ ഒരു പരിഹസിക്കുന്ന രീതിയിൽ വരെ പോയിട്ടുണ്ട്. സഞ്ജുവിന് വേണ്ടി ഞാൻ തിലകിനെ മാറ്റണോ, സഞ്ജുവിന് വേണ്ടി ഞാൻ ഇഷാനെ മാറ്റണോ എന്നൊരു ചിരി കൂടി അദ്ദേഹം ചിരിക്കുന്നു. അത് ഒരു വലിയ രീതിയിലുള്ള, കാരണം ഒരു ക്യാപ്റ്റൻ ഒരിക്കലും സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിൽ സൂര്യകുമാറിന്റെ ഒരു പ്രവൃത്തിയെ വലിയ രീതിയിൽ മുൻതാരങ്ങളൊക്കെ വിമർശിച്ചിരുന്നു. അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ വരുന്നു. സിംബാബ്വെക്കെതിരെ സഞ്ജുവിന് സൂപ്പർ 8 നിർണായക മത്സരത്തിൽ അവസരം കൊടുക്കും. അത് ഈ ലെഫ്റ്റികൾ നിരന്തരം പരാജയപ്പെടുന്നതുകൊണ്ട് ഒരു റൈറ്റ് ഹാൻഡർ ഉൾപ്പെടുത്താമെന്നുള്ളൊരു ഒറ്റ കൺസിഡറേഷൻ്റെ പുറത്താണ് സഞ്ജുവിന് ഉൾപ്പെടുന്നത്. ആ മത്സരത്തിൽ ഇന്ത്യക്ക് ഏറ്റവും മികച്ച തുടക്കം സഞ്ജു നൽകുന്നു. ഒരു 14 ബോളിൽ 25 റൺസ് അവിടെ വന്നിട്ടുള്ളൂവെങ്കിൽ പോലും സഞ്ജു പോകുമ്പോൾ പവർ പ്ലേയിൽ ഇന്ത്യ മികച്ച ടോട്ടലിലേക്ക് എത്തുന്നുണ്ട്. ഈ ലോകകപ്പിൽ 3 മത്സരത്തിലാണ് ഇന്ത്യ 200 മുകളിൽ സ്കോർ ചെയ്തിട്ടുള്ളൂ. ആ 3 മത്സരത്തിലും സഞ്ജു 2 മത്സരത്തിൽ സഞ്ജു ഉണ്ടായിരുന്നു. ഇത് നോട്ടൗട്ടാണ്. അദ്ദേഹം 197 ഇന്ത്യൻ ടോട്ടലെത്തുന്നു. സഞ്ജു സാംസണ് 97 നോട്ടൗട്ടിലെത്തുന്നു. അപ്പോൾ അത്തരത്തിൽ എല്ലാ താരങ്ങൾക്കും ഒരു താരത്തിന് പരിക്ക് പറ്റുമ്പോൾ അല്ലെങ്കിൽ നിരന്തരം ഇന്ത്യയുടെ സിസ്റ്റം പൊളിയുന്നു തോന്നുമ്പോൾ ഘട്ടത്തിൽ മാത്രമാണ് സഞ്ജുവിനെ കളിക്കാനൊരു അവസരം കൊടുക്കുന്നത്. സഞ്ജുവിന് പ്രൂവ് ചെയ്യണമായിരുന്നു, ഇത് എനിക്ക് വേണ്ടിയിട്ടൊരു മത്സരം വേണമെന്നുള്ള രീതിയിൽ പ്രൂവ് ചെയ്യണമായിരുന്നു. അങ്ങനെ ഒരു സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മത്സരവും ഡു ഓർ ഡൈ ആണ്. ബാക്കി ആർക്കും അത്തരത്തിലൊരു സാഹചര്യത്തിൽ ബാറ്റ് ചെയ്യേണ്ട. സഞ്ജു ബാറ്റ് ചെയ്യുന്നതെല്ലാം അത്രയും പ്രഷർ സിറ്റുവേഷനിലാണ്. അങ്ങനെ വെസ്റ്റ് ഇൻഡീസിനെതിരായ ഒരു മത്സരം വരുന്നു. വെസ്റ്റ് ഇൻഡീസിൽ നമുക്കറിയാം അത്രയും ഓൾറൗണ്ടർമാരുള്ള സാധനമാണ്. അവർ 196 എന്നൊരു ടോട്ടൽ ഇടുമ്പോൾ തന്നെ ഇന്ത്യ ഏറെക്കുറെ തീർന്നു. കാരണം ഇന്ത്യ 180 മുകളിൽ ഒരു ടോട്ടൽ ഇതുവരെ ചേസ് ചെയ്തിട്ടില്ല T20. അപ്പോൾ 190 മുകളിൽ അതും ഈഡൻ ഗാർഡൻസിലെ നിറഞ്ഞൊരു പിച്ചിൽ ഇന്ത്യ ഏത് രീതിയിലായിരിക്കും ചേസ് ചെയ്യുന്നുള്ളൊരു ആശങ്കയായിരുന്നു. അവിടെ അഭിഷേക് ശർമ്മ തുടക്കത്തിൽ തന്നെ 10 റൺസ് എടുത്ത് ഔട്ടാവുന്നു. പിന്നീട് ഇഷാൻ കിഷനും കാര്യമായ വെല്ലുവിളി ഉണ്ടാക്കാൻ കഴിയുന്നില്ല. സൂര്യകുമാർ ഒരു ഇന്നിങ്സ് സ്ലോ ഡൗൺ കളിപ്പിച്ചുകൊണ്ട് സഞ്ജുവിന് കൂടുതൽ പ്രഷർ വരുന്നു. തിലകുമായിട്ടുള്ളൊരു കോമ്പിനേഷനാണ് സഞ്ജു അത്യാവശ്യം എൻജോയ് ചെയ്ത് ഈ ഗെയിമിൽ കളിച്ചത്. പക്ഷേ ടൂർണമെൻറ്റിലെ ഓപ്പണറായിട്ട് വന്ന്
അവസാന വിന്നിംഗ് ഷോട്ടും അടിക്കുന്നത് സഞ്ജുവാണ്. അതും തുടർച്ചയായിട്ട് ഫൈസൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ബൗണ്ടറിയും സിക്സും അടിച്ചുകൊണ്ടാണ് സഞ്ജു വിജയം നേടുന്നത് എന്നുള്ളതാണ്. അപ്പം അത്തരത്തിൽ ശരിക്കും ഒരു ഇൻസൾട്ട് ശരിക്കും ഒരു ഇൻവെസ്റ്റ്മെൻറ്റുമാക്കി. ഇനി പറയാനുള്ളത്, ലോകകപ്പിൽ ആദ്യ മത്സരം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വാങ്കഡയിലായിരുന്നു ഇന്ത്യ USA-ക്കെതിരെ നടത്തിയത്. സെമി അതിൽ സഞ്ജു വാട്ടർ ബോയ് ആയിരുന്നു. സെമിന് ഇംഗ്ലണ്ടിനെ നേരിടാൻ പോകുന്നത് വാങ്കഡയിലാണ്. അങ്ങോട്ടിന് സഞ്ജു ഇറങ്ങാൻ പോകുന്നത് നാഷണൽ ഹീറോ ആയിട്ടാണ്. അതായത് വാട്ടർ ബോയിൽ നിന്ന് അദ്ദേഹം ഇനി ഒരു 2 ആഴ്ചത്തെ ഇടവേളയിൽ ആ വാങ്കഡയിൽ ഇന്ത്യയുടെ പുണ്യഭൂമിയിലേക്ക് കയറാൻ പോകുന്നത് നാഷണൽ ഹീറോ ആയിട്ടാണ്. അതിനേക്കാൾ വലിയൊരു മൊമെന്റ് വേറെ ഇല്ല. അതുകൊണ്ടാണ് ആ വൈകാരിക പ്രകടനം ഉണ്ടായത്. മാത്രമല്ല ഫൈസൽ, അത് കഴിഞ്ഞിട്ട് സഞ്ജു പറയുന്നുണ്ടല്ലോ, പിന്നീട് അഭിമുഖം കൊടുക്കുമ്പോൾ പറയുന്നുണ്ട്, കളത്തിലുള്ളതിനേക്കാൾ ഡഗ് ഔട്ടിലിരുന്ന് കളി കണ്ട എക്സ്പീരിയൻസ് ആണ് എനിക്കുള്ളത്. വിരാട് കോഹ്ലിയും രോഹിത്തും സാഹചര്യത്തിനനുസരിച്ച് കളിക്കുന്നത് ഞാൻ ബൗണ്ടറി ലൈന് പുറത്തിരുന്ന് കണ്ടിട്ടുണ്ട്. സൂപ്പർ താരങ്ങളുടെ ഇന്നിങ്സ് IPL-ലും അന്താരാഷ്ട്രയിലും അടുത്തു നിന്ന് കണ്ടു. കളിക്കാൻ ലഭിച്ച അവസരങ്ങൾ കുറവാണെങ്കിലും 10 വർഷമായി ഞാൻ ടീമിനൊപ്പമുണ്ട്. അത് ശരിക്കൊരു കൃത്യമായ വാചകമാണ് എന്നുള്ളതാണ്. അതിൻ്റെ ഇപ്പോൾ നീ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയായിട്ട് അത് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, ഈ കളിയിൽ താരമാണെന്ന് പറഞ്ഞല്ലോ, പ്രധാനപ്പെട്ട കൂട്ടുകെട്ടുകൾ മുഴുവൻ സഞ്ജുവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. പ്രധാനമായും സൂര്യകുമാറും സഞ്ജു സാംസണും ചേർന്ന് 58 റൺസ് എടുത്തു. അതിനുശേഷം ഹാർദിക് പാണ്ഡ്യയുമായി ചേർന്ന് 38 റൺസ് എടുത്തു. ഇതൊക്കെയാണ് ആ കോമ്പിനേഷൻ ആയിരുന്നു. അപ്പോൾ തന്നെ ശിവൻ ദുബെയുടെ ഒരു കാമിയോയും അദ്ദേഹം വന്ന് വളരെ പ്രഷർ സിറ്റുവേഷനിൽ വന്നിട്ട് കൂളായിട്ട് ഈ സമ്മർദ്ദമൊക്കെ അടിച്ചകറ്റുന്ന രീതിയിലാണ് ശിവൻ ദുബെ കളിച്ചിട്ടുള്ളത്. പക്ഷെ എല്ലാ പാർട്ട്ണർഷിപ്പിലും ഡ്രൈവിംഗ് സീറ്റിൽ സഞ്ജു ഉണ്ടായിരുന്നു. എല്ലാ പാർട്ട്ണർഷിപ്പിനെയും നയിച്ചത് സഞ്ജുവാണ്. മറ്റിടത്ത് ഇപ്പോൾ സൂര്യകുമാർ യാദവ് സ്ലോ ഡൗൺ ചെയ്യുമ്പോഴും അവിടെയെല്ലാം ആ കൃത്യമായ ഇന്ത്യയുടെ റൺ റേറ്റ് നിലനിർത്തുന്നതിൽ സഞ്ജുവിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ആദിൽ പറഞ്ഞതിൽ ഇപ്പോൾ സഞ്ജു ഈ കാര്യം പറയുമ്പോൾ അത്രയും 10 വർഷത്തിലധികം ഡഗ് ഔട്ടിൽ ഇരുന്ന് കളി കണ്ടത്, അതിലൊരു പ്രതിഷേധത്തിൻ്റെ കൂടെ സ്വരമുണ്ട്. കാരണം സഞ്ജു ഈ ഒരു നിർണായക നിമിഷം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ, ഞാനതാ പറഞ്ഞത്, മത്സരം തീരുന്ന അവസാന ഷോട്ട് വരെ ഒരു തരത്തിലുള്ള വൈകാരികതയ്ക്കോ സമ്മർദ്ദത്തിനോ സഞ്ജു വഴങ്ങിയിട്ടില്ല. പക്ഷെ അതിനുശേഷം സഞ്ജു ഒരല്പം വൈകാരികമായി പോയി. ആ പ്രതികരണത്തിൽ അതുണ്ട്. കാരണം ഇത്രയധികം റൺ റേറ്റുള്ള, സ്ട്രൈക്ക് റേറ്റുള്ള, ഏകദിനത്തിൽ പലതവണ കഴിവ് തെളിയിച്ചിട്ടുള്ള സഞ്ജുവിന് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ സമയത്തും മുൾമുനയിൽ കളിക്കേണ്ടി വരിക എന്നുള്ളതാണ്. അദ്ദേഹത്തെ ഏകദിനത്തിൽ പരിഗണിക്കുകയാണെങ്കിൽ പോലും തുടർച്ചയായി അവസാനം കളിച്ച ഏകദിനത്തിൽ സെഞ്ചുറി പിന്നീട് കളിക്കുന്നില്ല. എന്തുകൊണ്ട് നിഷേധിക്കപ്പെടുന്നു? മറ്റു താരങ്ങൾ കൂടുതൽ പെർഫോമൻസ് നടത്തുന്നു എന്നുള്ള വാദം നമുക്ക് മുന്നോട്ട് വെക്കാം. പക്ഷേ അപ്പോൾ സെഞ്ചുറി നേടിയ സഞ്ജുവിന്റെ പെർഫോമൻസിന് അവിടെ വിലയില്ലേ? അപ്പോൾ സഞ്ജുവിന് ഓരോ മത്സരവും മുൾമുനയിലാണ്. അപ്പോൾ അത് ബാധകമല്ല. മാത്രമല്ല, ഈ മത്സരത്തിൽ ഒരുപാട് പ്രത്യേകം നമ്മൾ പറഞ്ഞല്ലോ, സാം സൺഡേ ആണെന്ന് പറഞ്ഞല്ലോ, ഇന്ന് കുറേ അധികം റെക്കോർഡുകൾ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ 3 റെക്കോർഡുകൾ ഒപ്പത്തിനൊപ്പം എന്ന നിലയിൽ സഞ്ജു എത്തിയിട്ടുണ്ട്. ഒന്ന് നമ്മൾ പറഞ്ഞു, വിരാട് കോഹ്ലിയുടെ ചേസ് ചെയ്യുമ്പോഴുള്ള ഒന്ന്. രണ്ടാമതായി ഏറ്റവും കൂടുതൽ മാൻ ഓഫ് ദി മാച്ച്, അല്ലേ? അങ്ങനെ വിക്കറ്റ് കീപ്പർ, ഇന്ത്യൻ വിക്കറ്റ് കീപ്പറുടെ T20 അത് വന്നു. മറ്റൊന്ന്, ഈ T20 വേൾഡ് കപ്പിൽ ഇന്ത്യൻ താരത്തിന്റെ 2ാമത്തെ ഹയസ്റ്റ് സ്കോറാണ്. ആദ്യം സുരേഷ് റെയ്നയാണ് 101 റൺ 2010. ഇപ്പോൾ സഞ്ജുവിൻ്റെതാണ് 97 റൺസ് എന്നുള്ളതാണ്. ഈ അവസാന ഘട്ടത്തിൽ ജയേഷിന് തോന്നിയിരുന്നു സെഞ്ചുറി അടിക്കും എന്നുള്ള കാര്യം? സെഞ്ചുറിയേക്കാളേറെ അതൊരു പേഴ്സണൽ മൈൽ സ്റ്റോൺ ആയിട്ടേ കാണുന്നുള്ളൂ. ടീമിനെ സഞ്ജു വിജയത്തിലെത്തിച്ച് സഞ്ജു നോട്ട് ഔട്ട് ആയിട്ട് സഞ്ജുവിൻ്റെ ഭാഗത്തുനിന്നൊരു വിന്നിംഗ് ഷോട്ട് ഉണ്ടാകണമെന്ന് ഭയങ്കരമായ രീതിയിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു മൊമെൻറ്റ് നമ്മൾ എത്രയോ വർഷമായിട്ട് കാത്തു നിൽക്കുന്ന സഞ്ജുവിൻ്റെ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്, ഞാൻ മാത്രമല്ല നമ്മളെല്ലാവരും. കാരണം ഓരോ തവണയും സഞ്ജു ഇന്നെന്ന് ഒരു ക്യാപ്റ്റൻ, അതിപ്പോൾ കോഹ്ലി പറയുമ്പോൾ അവിടെ കയ്യടി കിട്ടുന്നുണ്ട്, ഇടക്കാലത്ത് ക്യാപ്റ്റനായിരുന്ന ഹാർദിക് പാണ്ഡ്യ പറയുന്നുണ്ട്, സൂര്യകുമാർ പറയുന്നുണ്ട്, രോഹിത് പറയുന്നുണ്ട്. അപ്പോഴൊക്കെ ഗ്രൗണ്ട് ഏതായാലും, അതായത് ഹാർദിക്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹാർദിക് ക്യാപ്റ്റനായിരിക്കുന്ന സമയത്ത് ഇന്ത്യ കളിക്കുന്നത് അയർലൻഡിലാണ്. ഡബ്ലിനിൽ വെച്ചിട്ട് സഞ്ജു സാംസണിന് വേണ്ടി ആവേശമുണ്ട്. ഏറ്റവും ലാസ്റ്റ് സഞ്ജു ഇന്നെന്ന് സൂര്യ പറയുന്നത് ചെപ്പോക്കിലാണ്. അവിടെയും സഞ്ജുവിന് ഭയങ്കരമായ രീതിയിൽ ആവേശമുണ്ട്. സഞ്ജു അവിടെ കളിച്ചാലും ഫാൻസ് ഉണ്ട്. ശരിക്കും സഞ്ജുവിന് തന്നെ ഒരു ആത്മസംഘർഷം ഉണ്ടായിരുന്നു എന്നുള്ളത് തെളിയിക്കുക. സഞ്ജു പറയുന്നുണ്ടല്ലോ, എനിക്ക് പല അഭിമുഖങ്ങളിൽ അവസാനങ്ങളിൽ പറയുന്നുണ്ട്, എനിക്ക് ഈ തരുന്ന പിന്തുണയ്ക്ക് നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റുന്നുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എന്ന് സഞ്ജു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ മനസ്സിൻ്റെ ഉള്ളിൽ തട്ടി പറയുന്നതാണ്. അത് ആ സംസാരത്തിൽ ആ വാക്കിൽ കണ്ണീരുണ്ടായിരുന്നു.
അത് സന്തോഷം. ഉറപ്പായിട്ടും. അതായത് സഞ്ജു എന്ന് പറയുന്ന വ്യക്തിത്വത്തിനെ കൂടെ അടയാളപ്പെടുത്തുന്നതാണ്. ഇത്രയൊക്കെ വലിയ താരമായിട്ടും ഒരു പക്ഷേ ഇന്ന് ലോകത്ത് ഏറ്റവും, ഞാൻ കേരളത്തിലെ കാര്യമല്ല പറയുന്നത്, ഏറ്റവും കൂടുതൽ ആളുകൾ അറിയപ്പെടുന്ന മലയാളി ആരായിരിക്കും? സഞ്ജു സാംസൺ ആയിരിക്കും. ആ മലയാളി ഇപ്പോൾ ജയേഷിന് അറിയാലോ, ജയേഷിനോട് എങ്ങനെയാണ്, മാധ്യമപ്രവർത്തകർക്കൊക്കെ അറിയാം ഈ സഞ്ജു എങ്ങനെയാണ് ഓരോരുത്തരോടും ഇടപഴകുന്നത്. ഇന്നേ വരെ ഒരു മുഷിയുന്ന ഏതെങ്കിലും തരത്തിൽ ആംഗ്യം കൊണ്ടോ വാക്കുകൊണ്ടോ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. ഒരു വിവാദത്തിനും സഞ്ജുവിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. സഞ്ജുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ സഞ്ജു പറയാറുണ്ടല്ലോ, എൻ്റെ ഫോട്ടോ ഇല്ലാത്ത തിരുവനന്തപുരത്തുകാർ, സെൽഫി ഇല്ലാത്ത തിരുവനന്തപുരത്തുകാർ വളരെ കുറവാണെന്ന്. കാരണം സത്യമാണ്, എവിടെ നിന്നാലും ഫോട്ടോ ചേട്ടാ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കാം എന്ന് പറയുന്ന അത്രയും സിംപ്ലിസിറ്റി ഉള്ള ഒരാളാണ്. അതെ, ഞാൻ പറഞ്ഞു വന്നത് അത് സഞ്ജുവിൻ്റെ സിംപ്ലിസിറ്റിയാണ്. പക്ഷേ സഞ്ജു ഡിസേർവ് ആണ്. അത്രയധികം സ്നേഹിക്കപ്പെടാനും അത്രയധികം ആരാധിക്കപ്പെടാനും അത്രയധികം ആളുകൾ അഡ്മയർ ചെയ്യാനും അദ്ദേഹം യോഗ്യനാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ എന്തുകൊണ്ട് പിന്നീടും ഇത്രയധികം കാലമായിട്ട് 2015 ഇന്ത്യൻ ടീമിൻ്റെ നീല ജേഴ്സി അണിഞ്ഞ് അദ്ദേഹം ക്രീസിൽ നിന്നു? അതിനുശേഷം ഇത്രയും മത്സരം മാത്രമേ കളിച്ചിട്ടുള്ളൂ, 3 അക്കത്തിലേക്ക് എത്തിയിട്ടില്ല. ഇന്ത്യ ഒരു വർഷം 40-50 മത്സരം കളിക്കുന്ന ടീമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ മത്സരങ്ങൾ കളിച്ചിട്ടും എന്തുകൊണ്ട് എത്തിയില്ല എന്നുള്ളത് അതൊരു വിസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. സഞ്ജു ഓരോ നിമിഷവും പ്രൂവ് ചെയ്യണം. ഒരു നിമിഷത്തെ പിഴവിന് അയാൾക്ക് വിലയിടുന്നത്, അയാൾക്ക് നൽകേണ്ടി വരുന്നത് കനത്ത പിഴയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് അടുത്ത മത്സരത്തിലില്ല എന്നുള്ള തരത്തിലാണ്. 1-2 മത്സരം ഫോം ഔട്ട് ആകുന്നതിൻ്റെ പേരിൽ നിരന്തരം അവസരം നിഷേധിക്കപ്പെടുന്ന ഏത് താരമാണ് ഇന്ത്യൻ ടീമിലുള്ളത്? ദേശീയ കാര്യത്തിലേ അത് മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പോൾ ഇതിൻ്റെ ഫൈസലിൻ്റെ ഒരു തുടർച്ച എന്നുള്ള രീതിയിൽ സഞ്ജു 20-ാം വയസ്സിൽ ഇന്ത്യൻ ടീം കളിച്ചിട്ടുണ്ട്. സഞ്ജുവിന് ഇപ്പോൾ 31 വയസ്സായി. 66 മത്സരങ്ങളെ സഞ്ജു കളിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. അത് ഭയങ്കരമായ ഒരു കാര്യം. മാത്രമല്ല അദ്ദേഹത്തെ ഈ സ്നേഹം എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ മിനിയാന്ന് ചെന്നൈയിൽ ചപ്പോക്കിലെ മത്സരം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്ത് സ്റ്റേഡിയത്തിൻ്റെ പുറത്ത് നമ്മൾ ലൈവിനൊക്കെ നിൽക്കുന്ന സമയത്ത് തമിഴൻസിനധികം കണ്ട് പരിചയമില്ലാത്തൊരു മൈക്ക് ഐഡിയ ആണല്ലോ നമ്മുടേത്. അപ്പോൾ ഏത് ചാനലപ്പോൾ റിപ്പോർട്ടറാണ്, കേരള കേരള സഞ്ജു സാംസൺ, സഞ്ജു ചേട്ടൻ്റെ നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് അവർ കാണിക്കുന്ന ഒരു സ്നേഹം, അതായത് സഞ്ജുവിൻ്റെ നാട്ടുകാരനായതുകൊണ്ട് നമ്മളോട് കാണിക്കുന്ന ഒരു സ്നേഹമുണ്ട്. അത് ഭയങ്കരമായിരുന്നു. ഈ ജേഷ ഇതിൽ അവസാനം എന്ന നിലയ്ക്ക് ഇനി സഞ്ജുവിൻ്റെ ഭാവി എന്തായിരിക്കും എന്നാണ് തോന്നുന്നത്? സഞ്ജുവിന് ഇതെന്തായാലും, അതായത് 2026 മാർച്ച് 1 എന്ന് പറയുന്നൊരു ദിവസം ഇന്ത്യൻ ക്രിക്കറ്റിൽ സഞ്ജുവിൻ്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് പാകിസ്ഥാനെതിരായ കോഹ്ലിയുടെ 82 നോട്ട് ഔട്ടൊക്കെ പോലെ തന്നെ അത്രയും പ്രഷ്യസ് ആയൊരു ഇന്നിങ്സാണ്. ലോകകപ്പ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ഇന്നിങ്സുകളിലൊന്ന്, ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ഇന്നിങ്സുകളിൽ ഒന്നാണ് സഞ്ജു കളിച്ചത്. സഞ്ജു ഇനി സെമിയിലും നന്നായിട്ട് കളിച്ച് ഫൈനലിലും ഭേദപ്പെട്ട പ്രകടനം നടത്തി ഇന്ത്യക്ക് ലോകകപ്പ് നേടിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പകരക്കാരനായി വന്ന് അഭിഷേക് ശർമ്മയ്ക്ക് അസുഖം ബാധിച്ചപ്പോൾ മാത്രം വന്ന് തുടർച്ചയായിട്ടുള്ള ലെഫ്റ്റീസിനെ ഓഫ് സ്പിന്നർമാരെ വെച്ച് എതിരാളികൾ കെണിയിൽ വീഴ്ത്താൻ തുടങ്ങിയപ്പോൾ അതിനൊരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് എങ്കിൽ സഞ്ജുവിനെ കളിപ്പിച്ചേക്കാം എന്ന രീതിയിൽ വന്ന ഒരു താരം ഈ രാജ്യത്തിന് ലോകകിരീടം നേടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒരു വേറെ തന്നെ കഥയാണ്. ശരിക്കും പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഈ മുത്തശ്ശി കഥ എന്നൊക്കെ പറയുന്ന രീതിയിൽ നമുക്ക് എഴുതാവുന്ന സാധനം. അതെ 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 അതെ. ഈ അടുത്ത ഫൈസൽ ഒരു അവസാനം നിലയ്ക്ക് ഇനിയൊരു ഏകദിനത്തിലേക്കൊക്കെ ഒരു മടങ്ങി വരവ് ഇതിനൊരു സാധ്യത വഴിയൊരുക്കോ സഞ്ജുവിന്റെ കാര്യത്തിൽ? ജയേഷ് പറഞ്ഞതുമായി ചേർത്ത് വയ്ക്കുമ്പോഴേ ഇർഫാൻ പത്താൻ്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ക്രിക്കറ്റ് ലോകം ഏറെക്കാലം മറക്കാതെ ഓർത്തിരിക്കുന്ന ഒരു പ്രകടനമാണ് സഞ്ജുവിൻ്റേത് എന്നുള്ളതാണ്. ആ മറക്കാത്ത പ്രകടനം അദ്ദേഹത്തിന് കൂടുതൽ പെർഫോമൻസ്, ഈ ജയേഷ് സൂചിപ്പിച്ചതുപോലെ അടുത്ത മത്സരങ്ങളിലും ഭേദപ്പെട്ട ഒരു പ്രകടനം നടത്തുന്നു. അദ്ദേഹത്തിന് ഞാൻ പറയുന്നത് സ്വാഭാവിക നീതി നിഷേധിക്കപ്പെട്ട ഒരു ക്രിക്കറ്ററാണ് സഞ്ജു എന്ന് ഞാൻ എപ്പോഴും പറയുന്നതാണ്. സഞ്ജുവിന് കൺസിസ്റ്റൻസി, അത് നമ്മൾ ഓക്കെ, അതിൽ ഒരു ചെറിയ ആക്ഷേപം അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇത് സഞ്ജു സാംസണ് മാത്രം ബാധകമായ കൺസിസ്റ്റൻസി അല്ല. മറ്റു താരങ്ങൾക്കും ഇത്തരം കൺസിസ്റ്റൻസി ഇല്ലായ്മ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ അവരെ സംരക്ഷിക്കാനും ആളുണ്ടായിട്ടുണ്ട്. ആ തരത്തിൽ ഒരു പക്ഷേ ഇനി എന്തായാലും ഒരു പ്രകടനമോ അല്ലെങ്കിൽ ഒരു മത്സരമോ 2 മത്സരമോ മോശമായാൽ സഞ്ജുവിനെ എടുത്ത് പുറത്തിടാം എന്നുള്ള ആ തരത്തിലേക്ക് പോകില്ല എന്ന് നമുക്ക് ആശ്വസിക്കാം. ഏകദിനത്തിൽ സാധ്യതയാണെന്ന് സ്വാഭാവികമായും 50 റൺസിന് മുകളിലാണ് സഞ്ജുവിൻ്റെ ആവറേജ് ഏകദിനത്തിൽ. അത്രയധികം ആവറേജുള്ള എത്ര താരങ്ങളാണ് ഇന്ത്യൻ ടീമിലുള്ളത്? 100 അടുത്ത് സ്ട്രൈക്ക് റേറ്റും. അതായത് 2020 130 മുകളിലാണ് സ്ട്രൈക്ക് റേറ്റ്, എന്നിട്ടും ഈ തരത്തിൽ താഴെപ്പെടുന്നു. 50 മുകളിൽ റൺ റേറ്റുള്ള ആവറേജുള്ള ഒരാളെ എന്തിനെയാണ് നിരന്തരം തഴയാൻ സാധിക്കുമെന്നുള്ളതാണ്. ജയ സൂചിപ്പിച്ചതുപോലെ അവസാന മത്സരം ഫോം ഔട്ട് കൊണ്ടല്ല, സെഞ്ചുറി അടിച്ചിട്ട് വീണ്ടും പുറത്തിരിക്കുക എന്നുള്ളതാണ്.
അത് ഇനിയും സെലക്ടർമാർക്ക് ദീർഘകാലം കാണാതിരിക്കാനാവില്ല. ഇത് അദ്ദേഹത്തിൻ്റെ നിർണായകമായ നിമിഷമാണ്. ആ നിമിഷത്തിൽ, ഏറ്റവും നിർണായകമായ നിമിഷത്തിൽ അദ്ദേഹം മനസ്സാന്നിധ്യം കൈവിടാതെ ഏറ്റവും നന്നായി പെർഫോം ചെയ്തിരിക്കുന്നു. ഇനിയുള്ള 2 മത്സരങ്ങൾ അദ്ദേഹത്തിൻ്റെ കരിയറിനെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും സുവർണ്ണ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പാലമാണ്, ഒരു ബ്രിഡ്ജാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ 2 മത്സരങ്ങൾ, ഇനിയൊരു ഇംഗ്ലണ്ടിനെതിരായ ഒരു സെമി വാങ്കഡയിൽ, പിന്നീട് സൗത്ത് ആഫ്രിക്ക അല്ലെങ്കിൽ ന്യൂസിലൻഡിനെതിരായ ഒരു ഫൈനല് അഹമ്മദാബാദിൽ, ഇത് അതിൽ രണ്ടിലും സഞ്ജുവിൻ്റെ ഒരു കയ്യൊപ്പ് ഉണ്ടാവട്ടെ എന്നല്ല. കാരണം ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ ഒരു ലൂസ് ഷോട്ട് പോലുമില്ല. സഞ്ജുവിൻ്റെ റോള് കൃത്യമായിട്ട് പവർ പ്ലേയിൽ പരമാവധി റൺസ് ഉയർത്തുക എന്നുള്ളത് മാനേജ്മെൻറ്റ് കൊടുത്തൊരു റോൾ ഉണ്ടായിരുന്നു. അത് മാറ്റി നിർത്തിക്കൊണ്ട് സഞ്ജു ഇന്ന് ആങ്കർ ചെയ്യേണ്ട അടുത്ത് ആങ്കർ ചെയ്തിട്ടുണ്ട്. മോശം പന്തുകളെ മാത്രമാണ് സഞ്ജു പ്രഹരിച്ചത്. ഒരു തരത്തിൽ പോലും നമുക്കറിയാം ഈ ബാക്ക് ഫുട്ട് കളിക്കുന്നതിൽ വീക്ക്നെസ് ഒരുപാടുണ്ടായിരുന്നു. അതെല്ലാം പരമാവധി ഒഴിവാക്കിക്കൊണ്ട് കുറ്റമറ്റ ഇന്നിങ്സുകളാണ്. അതായത് ഇന്ത്യയുടെ മറ്റ് ബാറ്റർമാർക്ക് പലർക്കും ലൈഫ് കിട്ടിയിട്ടുണ്ട്. സഞ്ജുവിന് അങ്ങനെ ഒരു ലൈഫ് പോലും ഇന്നത്തെ മത്സരത്തിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ കുറ്റമറ്റൊരു ഇന്നിങ്സ് തന്നെയാണ് സഞ്ജു കളിച്ചിട്ടുള്ളത്. കാം ആൻഡ് കമ്പോസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അത് തന്നെയായിരുന്നു. മാത്രമല്ല ഇന്ത്യയുടെ പ്രകടനത്തിലേക്ക് നോക്കുമ്പോൾ അത്ര ആശ്വസിക്കാവുന്ന രീതിയിലായിരുന്നില്ല ഇന്നത്തെ കാര്യങ്ങൾ. കാരണം വരുൺ ചക്രവർത്തി ആയാലും ജസ്പ്രീത് ബുംറ ആയാലും നമ്മൾ 2 പ്രീമിയം ബൗളേഴ്സാണ്. അവർക്ക് വലിയ രീതിയിൽ തുടർച്ചയായിട്ട് തല്ല് കിട്ടുന്നു എന്നുള്ളത് വലിയ പ്രശ്നം തന്നെയാണ്. പ്രത്യേകിച്ച് ഇനി ക്രൂഷ്യൽ മാച്ചിലേക്ക് കടക്കുന്നൊരു സമയത്ത് ഈ സഞ്ജുവിൻ്റെ ഒരൊറ്റ ആളുടെ ഒരു പെർഫോമൻസ് കൊണ്ട് മാത്രമാണ് ഈ ഒരു മാച്ച് പിടിച്ചത്. അത്തരത്തിലൊരു ഇച്ഛാശക്തി, ഒരു വിൽ പവർ എല്ലായ്പ്പോഴും എല്ലാ താരങ്ങളും കാണിക്കണമെന്നില്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ചെറിയ കണക്കിൽ ഇന്ത്യ 150 മുകളിൽ തന്നെ T20യിൽ 3 തവണയെ വേൾഡ് കപ്പിൽ ചേസ് ചെയ്തിട്ടുള്ളൂ. ആ 3 തവണയും വിരാട് കോഹ്ലി എന്ന് പറയുന്നൊരു പ്ലെയർ ഓഫ് ദ മാച്ച് ആയത് വിരാട് കോഹ്ലി എന്നൊരു താരം ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലത്തെ ഒരു താരത്തിൻ്റെ അഭാവമാണ് കുറേ നാളായിട്ട് നമുക്ക് മിസ്സാവുന്നത്. വിരാടിനെ പോലത്തെ ഒരു ചേസ് മാസ്റ്ററാണ് നമുക്ക് മിസ്സാവുന്നത്. നിസ്സംശയം പറയാം, സഞ്ജുവിന് തുടർച്ചയായിട്ട് അവസരം കൊടുത്തു കഴിഞ്ഞാൽ സഞ്ജു ആ പൊസിഷൻ ഒരു പരിധി വരെ നികത്തും. അല്ല, സഞ്ജു ഈ കോഹ്ലിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, സഞ്ജു ഇന്ന് ബാറ്റ് ചെയ്തപ്പോൾ എനിക്ക് ആ കോഹ്ലിയുടെ ആത്മവിശ്വാസം അത്രയും കണ്ണിൽ കോഹ്ലി ആയിരുന്നു. ഒരുപാട് സമയം നമ്മൾ ഔട്ട് കാണുമ്പോൾ കൃത്യമായിട്ട് ക്ലോസ് വെക്കുന്നുണ്ട്. അപ്പോൾ ഹെൽമെറ്റിന്റെ ഇടയിലൂടെ കാണുമ്പോൾ സഞ്ജുവിന്റെ കണ്ണിലെ കോൺഫിഡൻസ് ഉണ്ട്. അതായത് കോഹ്ലി ബാറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ അത്രയധികം കോൺഫിഡൻസോട് കൂടി നമ്മൾ കളി കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മുഖത്ത് അത് കാണുമായിരുന്നു. അത്രത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് സഞ്ജുവിന്റെ മുഖത്ത് ഇത്രയധികം കോൺഫിഡൻസോട് കൂടി ഓരോ ബോളിനെയും നേരിടുന്നത് കണ്ടിട്ടുള്ളത്. ആ കോൺഫിഡൻസ് തന്നെ, ആ കോൺഫിഡൻസ് മതി സഞ്ജുവിന്. ഇനി ആ ലെവലും കുറയില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സെമിയിലും ഇന്ത്യയുടെ ഒരു സാധ്യതകൾ എങ്ങനെയാണ് അതിൽ? സെമിയിൽ സ്വാഭാവികമായിട്ടും ഇംഗ്ലണ്ട് നമ്മൾ ചെറിയൊരു ടീമല്ല. സൂപ്പർ 8 എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അത്രയും ശക്തരായ 3 ടീമുകളെ ഒരു പരാജയവും സൂപ്പർ 8-ൽ അറിയാതെയാണ് ഇംഗ്ലണ്ട് വരുന്നത്. ഇംഗ്ലണ്ടിന് ടൈറ്റ് മത്സരമായിരിക്കാനാണ് തന്നെയാണ് സാധ്യത. വലിയ ഒരു പാക്ഡ് ടീമാണ് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം കാണുന്നത്. അത് ടൈറ്റായിരിക്കും. സഞ്ജു തിളങ്ങട്ടെ എന്ന് ഇപ്പോൾ നമ്മൾ ഈ സാഹചര്യത്തിൽ പറയാം. ഉറപ്പായിട്ടും. കാരണം ഈ ലോകകപ്പിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ചേസിങ്ങുകളിലൊന്ന് പൂർത്തിയാക്കി ഇന്ത്യ അത്രയും കോൺഫിഡൻസോടെയാണ് ഇറങ്ങാൻ പോകുന്നത്. അതും വാങ്കഡയിലാണ്. ഇന്ത്യയുടെ ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും ഭാഗ്യ ഗ്രൗണ്ടുകളിലൊന്നാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വാങ്കഡയിലും ഇന്ത്യ വിജയക്കൊടി പാറിക്കട്ടെ. സഞ്ജു സാംസന്റെ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം നമുക്കെല്ലാവർക്കും അഭിമാനമാകട്ടെ. ടാക്ടീസ് അവസാനിക്കുകയാണ്. നമസ്കാരം.